പാലായിമറ്റം എന്ന വലിയ തറവാടിന്റെ മുൻപിൽ വന്നു നിന്ന് മാർക്കോയുടെ വണ്ടി. അകത്തുനിന്നും അമ്മച്ചിയും അമ്മയും പുറത്തേക്കിറങ്ങി വരുന്നുണ്ടായിരുന്നു. എന്നതാടാ മാർക്കോ, നീ ഇന്ന് താമസിച്ചല്ലോ, എവിടായിരുന്നു ഇത്രയും നേരം? അമ്മച്ചി കുശലം ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ പോയത് അവന്റെ ഷർട്ടിൽ അവിടെയും ഇവിടെയുമായി പടർന്നിരിക്കുന്ന രക്തത്തിലേക്കായിരുന്നു. എന്റെ കർത്താവെ, ഞാൻ എന്നത് ഈ കാണുന്നത് രക്തമാണോ? എന്നതാടാ ചെക്ക നീ ഒപ്പിച്ചു വെച്ചേക്കുന്നത്? ആവലാതിയോടെ അമ്മച്ചി അവന്റെ അടുത്തേക്ക് വന്നു. എന്റെ അമ്മച്ചി, നിങ്ങൾ ഇങ്ങനെ കടന്ന് ആകുലപ്പെടാൻ മാത്രം എനിക്കൊന്നും പറ്റിയില്ലെന്നേ. പിന്നെ ഇത് എന്റെ രക്തമൊന്നുമല്ല. ഇത് വന്ന് കയറിയപ്പോൾ തന്നെ ആരോടാടാ തല്ലുകൂടാൻ പോയത്? മുറുക്കാൻ ചെല്ലത്തിൽ നിന്ന് കുറച്ചെടുത്ത് വായിലേക്ക് തിരുകുന്നതിനിടയിൽ മേരിക്കുട്ടി മാർക്കോയോടായി ചോദിച്ചു. എന്റെ പൊന്നമ്മച്ചി, ഞാൻ ഇന്ന് ആരോടും തല്ലാനൊന്നും പോയിട്ടില്ല. ഇന്നു മുതൽ മാർക്കോ ഇനി അങ്ങതിന് പോവാനും പോകുന്നില്ല. ഞാൻ നന്നാവാൻ പോവുക. പെങ്ങന്മാരോടും ആളിയന്മാരോടും വിളിച്ച് പറഞ്ഞേക്ക് ശനിയാഴ്ച ഇങ്ങോട്ട് പോരാൻ. പിന്നെ പറ്റുവാണെങ്കിൽ എല്ലാവർക്കും ഒരു ഇലയിടാനുള്ള വകുപ്പൊക്കെ ഞാൻ ഉണ്ടാക്കിയേക്കാന്നേ. എന്നതാടാ നീ പറഞ്ഞത്, സത്യം തന്നെയാണോടാ ചെക്ക? അമ്മച്ചി കാര്യം മനസ്സിലാക്കി ചോദിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും അവൻ അകത്തേക്ക് കയറിപ്പോയി. എന്നതാടാ നീരവേ കൊച്ചൻ പറഞ്ഞതിൻ്റെയൊക്കെ ഒരർത്ഥം? അതൊന്നും ഇനി ഒത്തിരി ചോദിക്കണ്ട എൻ്റെ അമ്മച്ചി. അങ്ങേര് വീണു നല്ല അസലായിട്ട്. ഉള്ളത് തന്നെയാണോടാ ചെറുക്ക നീ പറയുന്നത്? പെങ്കൊച്ചെവിടത്തെയാ? അതൊന്നും തപ്പി ഇവിടെ നിന്ന് ആരും ഇപ്പോൾ എങ്ങോട്ടും പോകണ്ട. സമയമാകുമ്പോൾ ഞാൻ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വരും. പിന്നെ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം, ഇന്റർകാസ്റ്റ് മാരേജ് ഈ കുടുംബത്തിൻ്റെ ഒരു സ്റ്റൈലാണ്. ഞാനായിട്ട് അതങ്ങോട്ടൊന്നും മാറ്റുന്നില്ല. മേരിയമ്മയും വസന്തയും അന്തം വിട്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. കല്യാണം പെണ്ണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ വീട് രണ്ടാക്കി വെക്കുന്നവനാണ് ഇന്ന് ഇത്രയൊക്കെ പറയുന്നത്. എന്താണെങ്കിലും പെണ്ണ് കൊള്ളാം അല്ലേ അമ്മച്ചി? അത് പറയാനുണ്ടോ വസന്തേ? നമ്മുടെ ചെറുക്കനെ ഇത്രയും മാറ്റി മറിച്ചെങ്കിൽ അവള് ചില്ലറക്കാരിയൊന്നും അല്ല. എന്താണെങ്കിലും ഇവന് പറ്റിയ പെണ്ണ് ഇത് തന്നെ. എടാ നീ നോക്കിക്കേ, അവൻ അകത്തോട്ട് പോയില്ലേ? ഇനി പറ, എങ്ങനെയുണ്ട് പെങ്കൊച്ച്? അമ്മച്ചിയും വല്യമ്മച്ചിയും ഇന്ന് കോളേജിലെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനപ്പുറം നിങ്ങൾ രണ്ടും ഞെട്ടിയേനെ. അതെന്നാടാ കൊച്ചനെ നീ അങ്ങനെ പറഞ്ഞത്? അതോ, ഇന്ന് രാവിലെ ഞാനും സാറും കൂടെ ഇവിടെ നിന്ന് വണ്ടിയിൽ അങ്ങോട്ട് പോയി. ഇവിടെ നിന്ന് ഇറങ്ങിയ ഉള്ള പരുവം നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയായിരുന്നല്ലോ അല്ലേ? ആരെ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞ് കാലിപ്പിലിറങ്ങിയ മനുഷ്യന് വേട്ടയിടാൻ പോകുന്ന പുലിയെ പോലാണ് അങ്ങോട്ട് പോയത്. പക്ഷെ കോളേജിന്റെ ഗ്രൗണ്ടിലേക്ക് വണ്ടി നിമിർത്തിയ നിമിഷം ഇങ്ങേരുടെ തലേവര തന്നെ അങ്ങ് മാറിയില്ലേ. എടാ ചെറുക്ക, നീ കടന്ന് കൂടുതൽ കഥ പറയാതെ എന്താ നടന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് പറയാൻ നോക്കടാ. എൻ്റെ അമ്മച്ചി പറയുമ്പോൾ അതിൻ്റെ ഒരു ഗും കിട്ടണമെങ്കിൽ ഇതുപോലൊക്കെ തന്നെ പറയണം. അല്ലാതെ ഓ ശരി ശരി നീ ഒന്ന് പറഞ്ഞു തുലയ്ക്ക്. ആ ചെറുക്കനെങ്ങാനും ഇറങ്ങി വന്നാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. വസന്തര കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിൽ തിടുക്കം കൂട്ടി. സാർ കോളേജിന്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി. ഞാനും സാറും കൂടെ അകത്തേക്ക് നടന്ന അപ്പോഴാണ് പ്ലാന്റേഷനിൽ നിന്ന് മാനേജർ വിളിച്ചത്. സാറ് ഫോൺ എൻ്റെ കയ്യിൽ തന്ന് ഞാൻ അതും സംസാരിച്ച് അവിടെ ഒരു 5 മിനിറ്റ് നിന്ന് കാണും. പിന്നെ വേഗം സ്റ്റെപ്പിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴല്ലേ കാഴ്ച. എന്ത്? പെണ്ണെന്ന വർഗത്തെ തന്നെ ബദ്ധ ശത്രുവായി കാണുന്ന നമ്മുടെ സാറുണ്ടല്ലോ, ഒരു പെങ്കൊച്ചുമായി സ്റ്റെപ്പിലൂടെ ഉരുണ്ട് അങ്ങനെ അങ്ങോട്ട് വരുന്നു. ആണോ? അതേന്നേ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, സാറിന്റെ കണ്ണു മുഴുവൻ ആ പെങ്കൊച്ചിന്റെ മുഖത്ത് തന്നെയായിരുന്നു. ആ പെങ്കൊച്ചിന് ഒരു ഡാമേജും വരാത്ത രീതിയിൽ ഇങ്ങനെ നമ്മൾ പാവക്കുഞ്ഞിനെ പിടിക്കുമല്ലോ, ചേർത്തങ്ങ് പിടിച്ചുകൊണ്ട്. നിർത്തടാ നിന്റെയൊക്കെ വർണ്ണന. ഞാൻ എൻ്റെ പെണ്ണിനെ പിടിക്കും, ചിലപ്പോൾ ഉരുളും, തോന്നിയെ പിടിച്ചങ്ങ് ഉമ്മയും വെക്കും. അതിനൊക്കെ ആർക്കാടാ ഇത്ര വലിയ ഛേദം? മാർക്കോയുടെ അത്തരത്തിലുള്ള വർത്തമാനം കേട്ട് അമ്മച്ചിയുടെയും വല്യമ്മച്ചിയുടെയും കിളികൾ ഒന്നടക്കം അങ്ങ് നാട് കടന്നു നീ. അല്ല, ഞാൻ ഇവർക്ക് ചോദ്യം ഉത്തരമൊക്കെ കഴിഞ്ഞില്ലേ? രണ്ടു കൂട്ടരും രണ്ടു വഴിക്ക് പോവാൻ നോക്ക്. അതും പറഞ്ഞ് അവൻ പതുക്കെ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് അങ്ങ് വലിഞ്ഞു. അവിടെ നിൽക്കാൻ തോന്നി നന്നായി. എൻ്റെ കർത്താവെ, ബാക്കിയെല്ലാം കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് വാല് മുറിഞ്ഞ് നിൽക്കേണ്ടി വന്നേനെ. ഇനി എന്നാണെങ്കിലും ആരും കൂടുതലൊന്നും അന്വേഷിക്കാൻ പോവത്തില്ലായിരിക്കും അല്ലേ? പോവത്തില്ലെന്നേ. കഥ കടച്ച് അതിൽ ചാരി നിന്നുകൊണ്ട് മാർക്കോ നെഞ്ചു തടവിക്കൊണ്ട് സ്വയം ഒന്ന് പറഞ്ഞു. എന്നാലും എടി ഭദ്രകാളി, അതൊക്കെ നമ്മുടെ സ്വകാര്യതയല്ലേടി പെണ്ണെ. അതൊക്കെ ഇങ്ങനെ എല്ലാരോടും പറയാൻ കൊള്ളുമോ? ഇച്ചായൻ്റെ കൊച്ച് ഇപ്പൊ വീട്ടിൽ എത്തി കാണുമോ? എന്നാലും നീ ഇടിച്ചു കയറിയല്ലോടി ഈ ഒറ്റയാൻ്റെ നെഞ്ചിലേക്ക്. അത് പറയുന്നതിനൊപ്പം അവൻ പാൻറ്റിന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒന്ന് കയ്യിൽ തപ്പിയെടുത്തു. അത് തൻ്റെ ഉള്ളം കൈയിലേക്ക് വെച്ച് കുറച്ചു നേരം നോക്കി. പിന്നെ അതൊന്ന് വായുവിലേക്ക് എറിഞ്ഞ് അത് ആ കയ്യിൽ തന്നെ സുരക്ഷിതമായി വന്ന് പതിക്കുകയും ചെയ്തു. നിന്റെ കയ്യിൽ കിടന്നതാണ്ടി പെണ്ണെ. എൻ്റെ ദേഹത്തു നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ അറിയാതെ കുടുങ്ങിയതാന്ന് തോന്നുന്നു.
ഓഫീസ് മുറിയിൽ നിന്ന് ഇത് ഇറങ്ങിപ്പോയപ്പോഴാണ് ഇത് കാണുന്നത് തന്നെ. അവനതൊന്നുകൂടി വിരലോടിച്ചു. ആ സ്വർണത്തിൻ്റെ ബ്രേസ്ലെറ്റിൽ ഭദ്ര എന്ന് പേരെഴുതിയ ഒരെണ്ണം. ഇതിനി ഞാൻ തരില്ലടി ഭദ്ര കൊച്ചേ. നമ്മുടെ കെട്ട് വരെ നിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇതിങ്ങനെ എൻ്റെ കയ്യിൽ കിടക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൻ പതുക്കെ അത് തൻ്റെ ചുണ്ടോട് നടിപ്പിച്ചു. മോളെ, നീ ഇങ്ങനെ ഇരിക്കാതെ അവിടെ കിടക്കാൻ നോക്ക്. ഡോക്ടർ പറഞ്ഞതല്ലേ നല്ല റെസ്റ്റ് വേണമെന്ന്. എൻ്റെ പൊന്നമ്മേ, എനിക്ക് പറയത്തക്ക കുഴപ്പമൊന്നുമില്ല. ഇത്രയും നേരം കിടന്നപ്പോൾ തന്നെ ആകെ ക്ഷീണമൊക്കെ മാറി. ഇപ്പൊ ബോറടിക്കുക. നോക്ക്, ഞാനിപ്പോൾ പഴയതുപോലെ കായെന്നേ. ദേ പെണ്ണെ, കട്ടിലിൽ നിന്ന് ഇറങ്ങിയ നിന്റെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടും. ആ ഡോക്ടർ പറഞ്ഞത് മൊത്തം എന്നോടും അച്ഛനോടുവാ. ഈ കുഞ്ഞി തലയിൽ ആവശ്യമില്ലാത്ത കുറെ ചിന്തകൾ അതൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞോണം. നിമ്മിയമ്മ അത് പറഞ്ഞപ്പോൾ ശ്രീയുടെ മുഖം പെട്ടെന്ന് മങ്ങുന്നത് നിമ്മിയും അമ്മവും ശ്രദ്ധിച്ചിരുന്നു. അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? വെറുതെ അവളുടെ മൂഡ് ഓഫ് ആക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞോളും. നീ വാ ശ്രീ, നമുക്ക് കുറച്ചു നേരം ബാൽക്കണിയിലിരിക്കാം. അതും പറഞ്ഞ് അമ്മു ശ്രീയെയും കൂട്ടിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിൽ നിന്ന് ഇരുവരും കുറച്ചു നേരം മുറ്റത്തേക്ക് അങ്ങനെ നോക്കി നിന്നു. വഴിക്ക് അപ്പുറത്തായി കാണുന്ന വിശാലമായ പരന്നു കിടക്കുന്ന പാടശേഖരത്തിലേക്കായിരുന്നു ശ്രീയുടെ നോട്ടം മുഴുവൻ. ആ കാഴ്ചയിൽ ലയിച്ചു നിന്നപ്പോൾ അവളുടെ മനസ്സിലെ പല ചിന്തകളും എവിടെയോ മാഞ്ഞു തുടങ്ങിയിരുന്നു. ഇരുവരും കുറച്ചു നേരം കൂടി അങ്ങനെ മൗനമായി തന്നെ നിന്നു. ശ്രീ, എൻ്റെ ഒരു വിശ്വാസം ഞാൻ നിന്റെ നല്ല ഫ്രണ്ടും സഹോദരിയും ഒക്കെയാണെന്നാണ്. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അമ്മു തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. നീ എന്തിനാ അമ്മു ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എൻ്റെ സിസ്റ്റർ ആണല്ലോ അല്ലേ? അമ്മു ശ്രീക്ക് നേരെ തിരിഞ്ഞ് മുഖാമുഖം നിന്നു. കൈ രണ്ടും കെട്ടിക്കൊണ്ട് അവളോട് ചോദിച്ചു. അതെ, എന്താ? എങ്കിൽ പറ, ഇന്ന് എന്താ സംഭവിച്ചത്? എന്തൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ടാണ് നീ ഈ BP ഒക്കെ കൂട്ടി ഇങ്ങനൊരു കോലാഹലം ഉണ്ടാക്കി വെച്ചത്? അത് നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കാനൊന്നുമില്ല. അങ്ങനല്ല അപ്പൂ. അത് ചിലപ്പോൾ എൻ്റെ തോന്നലുകളായിരിക്കും, എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും. ഏത് ധാരണയാണെങ്കിലും നീ പറഞ്ഞാലല്ലേ ശ്രീ മനസ്സിലാക്കാൻ കഴിയൂ. അല്ലാതെ മനസ്സിലിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നടന്ന് ഇതുപോലെ ഓരോ അസുഖങ്ങൾ വരുത്തി വെച്ചാലോ? അതമ്മു, ഇന്ന് കോളേജിൽ വെച്ച് യാദൃശ്ചികമായി എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ കാല് സ്ലിപ്പായി നിലത്തേക്ക് വീണു. അപ്പോൾ തന്നെ അയാൾ. ഏതാള്? മാർക്കോ സേവിയർ, കോളേജിൻ്റെ ഓണറാണ്. ഓക്കെ ഓക്കെ, മനസ്സിലായടാ. അയാളെ പരിചയപ്പെട്ട കാര്യം അച്ഛനും അമ്മയും കൂടെ കുറച്ച് മുമ്പേയും കൂടെ പറഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എല്ലാം അയാൾ തന്നെയാണ്. അയാളുടെ മേലേക്കാ വീണ്. എന്നെ അയാൾ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ അയാളുടെ നോട്ടവും സംസാരവും എല്ലാം കൂടി എനിക്ക് പെട്ടെന്ന് തലയിൽ എന്തോ. എന്നാടാ നീ ഇങ്ങനെ നെർവസ് ആവാതെ? കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ. എന്തോ അയാളുടെ സംസാരം പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഗിരിയേട്ടൻ്റെ കാര്യം അന്നേരം ഓർമ്മ വന്നത്. പിന്നെ അന്ന് ആ രാത്രിയിലെ കാര്യങ്ങൾ എല്ലാം കൂടെ ആയപ്പോൾ അത് പറയുമ്പോഴും കിതപ്പും മുഖത്തെ ഭാവമാറ്റങ്ങളും വീർപ്പ് തുള്ളികളും ശ്രീയെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നുവെന്ന് അമ്മുവിനും മനസ്സിലായി. അമ്മു അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഒന്നുമില്ലടാ, കൂട്ടിന് ഞാനുണ്ട് എന്ന് ആശ്വസിപ്പിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് ബാൽക്കണിയിലേക്ക് വെളിയിൽ റിച്ചുവും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവനും വലിയൊരു ആശ്വാസമായത്. എന്താണ് അവൾക്ക് പറ്റിയതെന്ന് ഓർത്ത് ഇത്രയും നേരം അവനും വല്ലാതെ ആവലാതിയിലായിരുന്നു. താൻ ഭയന്നതുപോലെ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർക്കുന്നതാണ് ഇപ്പോൾ അവളുടെ മുന്നിലുള്ള ഏക പ്രശ്നം. അതിൽ നിന്നും മുന്നേറാൻ കോളേജിൽ പോകുന്നത് അവളെ സഹായിക്കുമെന്ന് അപ്പോൾ റിച്ചുവിനെ മനസ്സിലായി. റിച്ചു പിന്നെ ആരോടും ഒന്നും പറയാതെ നേരെ റൂമിലേക്ക് കയറി കതകടച്ചു. ബെഡിൽ മലർന്നു കിടക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ ആ കാഴ്ചയും ഒരു ചോദ്യവും മാത്രമായിരുന്നു. മാർക്കോ. നോക്കാം എവിടം വരെ പോകുമെന്ന്. എല്ലാത്തിനും ഒരവസാനം അത് സമയമാകുമ്പോൾ ഞാൻ ഉണ്ടാക്കും. ഹായ്, പരിണയത്തിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമാകുന്നു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. മാർക്കോയാണോ റിച്ചുവാണോ നായകനെന്ന് എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോഴൊരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് സ്വാഭാവികം തന്നെ. വരും ഭാഗങ്ങളിൽ നമുക്കറിയാം മാർക്കോ വില്ലനാണോ അതോ നായകനാണോ. ആരാണെങ്കിലും നമ്മുടെ ശ്രീഭദ്ര ഇനി പാവത്താനിൽ നിന്നും കുറച്ചൊക്കെ ഒന്ന് മാറിത്തുടങ്ങാനുള്ള സമയമായി. അതിന് കട്ട സപ്പോർട്ടോടെ അവളുടെ ആ ഫാമിലിയും അവൾക്കൊപ്പം തന്നെയുണ്ട്. തുടർന്നുള്ള ഭാഗങ്ങൾ എല്ലാവരും കാത്തിരുന്ന് കേൾക്കുക. പിന്നെ മഴക്കാലമാണ്, എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ?